ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 6 ഒരു ചുരുക്കഭാഗം പറയാൻ വേണ്ടിയിട്ടാണ്. തുടക്കം കാണിക്കുന്നതിനോട്ടെ ജെയ്സൺ ലാനിസ്റ്റർ ആർമിയായിട്ട് നമ്മുടെ ഗോൾഡൻ ടൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ലാനിസ്റ്റർ പറയുന്നത് എനിക്ക് ഏമനായിട്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഒരു റേവൺ അയക്കാൻ പറയുന്നുണ്ട് അവിടുത്തെ ലോർഡ് ഹംഫ്രൈ ലെഫോർഡിൻ്റെ അടുത്ത്. ആ മീറ്റിംഗ് റിക്വസ്റ്റ് ഏമണ് കിട്ടണമെങ്കിലും അത് ആൾ സ്വീകരിക്കണില്ല, ആൾക്ക് കാണാൻ മൈൻഡില്ല എന്ന് പറയും. ആളുടെ ബ്രദർ പക്ഷേ കൗൺസിലുള്ള ആളാണ്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് ടൈലറിൻ്റെ പറയും ഇത് ഡീൽ ചെയ്തേക്ക്, പിന്നെ നമ്മുടെ ട്രയാർക്കിയായിട്ടൊരു അലൈ വെക്കാൻ പറയും. അവിടെ നമ്മുടെ വെലേറിയൻ ബ്ലോക്കേഡ് ഉണ്ട്, അപ്പോൾ അത് അലൈ ചെയ്ത് നമുക്കവിടെ സ്ഥാപിക്കണം എന്ന് പറയും. അതേസമയം തന്നെ ആ മീറ്റിങ്ങിൽ തന്നെ നമ്മുടെ ഏമൺ പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ കോളുടെ അടുത്ത് പറയും നിങ്ങൾ ഹൈടവർ ട്രൂപ്സുമായിട്ട് ഹാരൻ ഹെല്ലുമായിട്ട് അത് പിടിച്ചടക്കാൻ പറയും. പിന്നെ ആലിസണിൻ്റെ അടുത്തും പറയും. മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആലിസനെ വിളിച്ചിട്ട് പറയും ഇനി അമ്മയുടെ സേവനം മതി, ഇനി ഞാൻ അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയും. അതേസമയം തന്നെ നമ്മുടെ റെനേറിയക്ക് ഐഡിയ ഉണ്ടായിരുന്നല്ലോ ബാക്കി ടാർഗേറിയൻ ബ്ലഡ് ഉള്ള ആരെങ്കിലും കൊണ്ട് ഓരോ ഡ്രാഗൺസ് റൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ശ്രമിക്കാം. പുള്ളിക്കാരി ആദ്യം എടുക്കുന്നത് നമ്മുടെ പുള്ളിക്കാരിയുടെ സ്വാഡായ സർ സ്റ്റെഫ്രോൺ ഡാർക്ലിൻ്റെ ആൾ ആദ്യം പറയും നിങ്ങൾക്ക് ബ്ലഡ് ലൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ടാർഗേറിയൻ ബ്ലഡ് ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ സീ സ്മോക്സിൻ്റെ അടുത്ത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാഗനെ ടീം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിന് ഇഷ്ടമായില്ലെങ്കിൽ അത് കൊല്ലും. അപ്പോൾ അത് സമ്മതം എടുത്തിട്ടാണ് സ്റ്റെഫ്രോണിൻ്റെ അടുത്ത് പറയുന്നത്. ആളത് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ചെല്ലും, പക്ഷേ സീ സ്മോക്ക് ആക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ ഫ്രൈ ചെയ്ത് കളയും. വേറെ സൈഡിലാണെങ്കിൽ ഡെയ്മൻ്റെ സ്ഥിരം സ്വപ്നങ്ങൾ കാണലാണ്. അത് കുറച്ച് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിസേരീസ് ആളുടെ ബ്രദറും ആളുടെ കുറേ മെമ്മറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ആൾ വിചാരിച്ചു ആദ്യം അവിടുത്തെ ലോർഡ് സൈമണിന്റെ കളികളാണോ എന്ന് സംശയമായിട്ട് ആൾ ആദ്യം വിചാരിക്കും. പിന്നീടാണ് പുള്ളിക്കാരിനെ കാണും, മറ്റേ വിച്ച് പോലത്തെ പുള്ളിക്കാരിക്ക് കാണും. ആ പുള്ളിക്കാരി പറയും ഇതിൽ 3 ദിവസം കൊണ്ടുള്ള എല്ലാം മാറ്റങ്ങൾ നടക്കും, അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയും. അതേസമയം തന്നെ ഏമണ്ടിൻ്റെ അവിടെ പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർ ലേറീസിൻ്റെ അടുത്ത് പറയും നമ്മുടെ ഓട്ടോ ഹൈടവറിനെ സമൻസ് ചെയ്ത് വേഗം കൗൺസിലേക്ക് വിളിച്ചു വരുത്തിക്കാൻ പറയും. പക്ഷെ ആ സംസാരത്തിൽ ഈ ലേറീസിന് ഒരു ചെറിയ ഹാൻഡ് ഓഫ് ദി കിങ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിലൊക്കെയാണ് പിന്നെ പറയുന്നത് ഏഗൺ റിക്കവർ ചെയ്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ആള് വന്ന് പറയുന്നത്. റിക്കവർ ചെയ്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഏമൺ ആദ്യം ഏഗണിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കും. അപ്പോൾ ഏഗൺ പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ രാജാവിൻ്റെ ആ പ്രസൻറ്റ് ചെയ്യുന്ന ആ കല്ല് സ്റ്റോൺ ആളുടെ കയ്യിൽ ചുമ്മാ കൊടുത്ത് വേദനിപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഏമണിന് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആയിട്ടില്ല ആൾക്ക് റിക്കവർ ചെയ്ത് വരുന്ന കാര്യം. അതേസമയം തന്നെ ആലിസൻ്റെ ഒരു ഇളയ മകനുണ്ട്. ആ മകൻ ശരിക്കും ഗ്വൻ്റെ അടുത്താണ് വളർന്നത്. ഗ്വനും ബ്രദറുണ്ട്, മറ്റേ ക്രിസ്ത്യൻ കോളുടെ കൂടെ യുദ്ധത്തിന് പോയ ആ ബ്രദറിൻ്റെ അടുത്താണ് വളർന്നത്. അവൻ നല്ല കൈൻഡായിട്ടാണ് വളരണേ എന്നും പറയുന്നുണ്ട്, ബാക്കി ബ്രദേഴ്സിൻ്റെ പോലെ അല്ല. അതായത് അവൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വളരുന്നത്. അത് കേൾക്കുമ്പോൾ ആലിസന് സന്തോഷം തോന്നുന്നുണ്ട്. മറ്റൊരു സൈഡിൽ നിന്ന് കോളിസ് തൻ്റെ പുത്രനാണെന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പല സമയത്തും ഒരു അർത്ഥമാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഏലിൻ ആളുടെ ഫസ്റ്റ് മീറ്റ് അവരുടെ ഫ്ലാഗ്ഷിപ്പിൻ്റെ ഫസ്റ്റ് മീറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഏലിൻ്റെ ബ്രദർ ആഡം, അതാണ് ഏറ്റവും കിടിലൻ സീനായിട്ടുള്ള വന്നിരുന്നത്. സീ സ്മോക്സ് ഡ്രാഗൺ അവനെ പിന്തുടർന്ന് പറപ്പിച്ച് അവനെ പേടിപ്പിച്ച് കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റിൽ അവനെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് സീ സ്മോക്ക്. അതേസമയം വേറൊരു കളികൾ ഇവിടെ റെനേറിയ കളിക്കുന്നുണ്ട്. മെസേരിയസിൻ്റെ മറ്റേ സ്പൈസ് അവിടെ പോയിട്ട് ഒരു റൂമേഴ്സ് ഇറക്കും. രാജാക്കന്മാർ കിങ്സ് ലാൻഡിലെ റോയൽ ആൾക്കാർ ലാവിഷായിട്ട് ജീവിക്കുന്നത് അവിടുത്തെ സ്മോക്ക് ഫോക്സ് ദാരിദ്ര്യത്തിൽ അവർക്ക് പട്ടിണി പരിവട്ടമാക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞ രീതിയിൽ ഒരു റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യിപ്പിക്കും. ശരിക്കും അവിടെ ഒരു പട്ടിണി പരിവട്ടമാണ്. ആ സമയത്ത് റെനേറിയ അവർക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വഞ്ചിയിൽ അവിടെ എത്തിക്കുകയാണ് കിങ്സ് ലാൻഡിങ്ങിൽ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് റെനേറിയക്ക് കിട്ടുകയാണ്. പിന്നെ ഐറിൻ്റെ അവിടെയാണല്ലോ നമ്മുടെ റെയ്ന അവിടെ കൊച്ചങ്ങളായിട്ട് നമ്മുടെ റെനേറിയയുടെ ചെറിയ ആൾക്കാരായിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഏകദേശം ഒരു ഏരിയ ലോൺ കത്തിയിരിക്കുന്നത് കാണാം, പുല്ല് കത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഒരു ഡ്രാഗൺ ഉണ്ടെന്ന്. ആ കാര്യം എയറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അത് ഒന്നും അതിന് മറുപടിയായിട്ട് പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കണില്ല. പക്ഷേ എനിക്ക് എന്തോ അടുത്ത എപ്പിസോഡിൽ പുള്ളിക്കാരി ഒരു ലോർഡിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ പുള്ളിക്കാരി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രാഗണിനെ നോക്കുന്നതാണോ, പുള്ളിക്കാരി ഒരു ഒറ്റ ഡ്രാഗണിനെയും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ മിക്കവാറും അവിടെയുള്ള ആ ഡ്രാഗണിനെ ക്ലെയിം ചെയ്യോ ഇല്ലേന്ന് ഉറപ്പില്ല.
കാര്യം അവരിൽ ആ ഡ്രാഗൺ ഉണ്ടെങ്കിലും ആ ഡ്രാഗൺ ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരൊരു ഫുൾ ഗ്രോൺ ഡ്രാഗണിനെ അവർ ആവശ്യപ്പെടില്ലല്ലോ. പിന്നെ ആലിസൻ്റെ കേസിൽ ആലിസൻ്റെ മോൾ ഹെലനയും കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാർക്ക് റെനേറിയായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോഴത്തേക്കും ഇവളെ അഗേൻസ്റ്റ് ആക്രമിക്കാൻ പോകുന്നുണ്ട്. ആക്രമിക്കും, ജസ്റ്റിനെ രക്ഷപ്പെടുന്നു. ആ സമയത്ത് ഒരു ചെറിയ മുറിവ് പറ്റുന്നതൊക്കെ ഉണ്ട്. ഇനി അത് പിന്നീട് അത് പ്രശ്നമാവോ എന്നറിയില്ല മുറിവ്. അങ്ങനെ ട്രെയിലറിൽ അത് എന്തൊക്കെയോ സീൻസൊക്കെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ സ്റ്റോണിലാണ് നമ്മുടെ മെസേറിയ റെനേറിയായിട്ട് സംസാരിക്കുന്നത്. റെനേറിയയുടെ അടുത്ത് ഇങ്ങനെ പുള്ളിക്കാരിയുടെ ചരിത്രം പറയുന്നത്, പുള്ളിക്കാരിയുടെ ഫാദർ ആ ചൈൽഡ് അബ്യൂസ് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം. അങ്ങനെ ആളുടെ ദുഃഖകരമായ കഥ പറയുന്നത് അതിൽ റെനേറിയ വീഴാണ്. പിന്നെ അവർ പതുക്കെ അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, കിസ് ചെയ്യുന്നതും സീൻസൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ പടയാളികൾ വന്ന് പറയുന്നുണ്ട് സീ സ്മോക്സിനെ ആരോ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ആരെന്നറിയില്ല. അപ്പോൾ ഗ്രീൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെനേറിയ തൻ്റെ ഡ്രാഗണായിട്ട് പറന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്, ആരാന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ നിന്ന് അറിയാൻ പറ്റില്ല ആരാണ് ക്ലെയിം ചെയ്തതിനെന്ന്. എനിക്കൊരു ട്രെയിലറിൽ പുള്ളിക്കാരി പോയിട്ട് ആഡമിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, സീ സ്മോക്സിനെ എന്തിനാണ് നീ ക്ലെയിം ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരി ചിലപ്പോൾ ആഡമിനെ തൻ്റെ മെമ്പറാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്പുറത്ത് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഹ്യൂ ഹാമർ ഫുഡ് തട്ടിപ്പറിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ബ്ലഡും ഒരു റോയൽ ബ്ലഡാണ്. അപ്പോൾ മിക്കവാറും പുള്ളിക്കാരനും ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പിന്നെ കുറേ പേര് ട്രയൽസ് അടിക്കാൻ പോകുന്നുണ്ടായിരുന്നു, ടാർഗേറിയൻ ബ്ലഡ് അല്ലാത്തവർ. പിന്നെ ആഡമും മിക്കവാറും പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൻ റൈഡ് ചെയ്യാന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവും. അവനും കൂടുതൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന രീതിയിലാണ് ബ്രദറിൻ്റെ അടുത്ത് സംസാരിച്ചത്. എന്തായാലും ഇനി ഉള്ള എപ്പിസോഡ്സ് നല്ല രസകരമായ സീൻസ് ഉണ്ടാവും. ഇനി 2 എപ്പിസോഡ് കൂടി ഉള്ളൂ. പക്ഷേ ഈ എപ്പിസോഡ് പതുക്കെ എല്ലാ സ്ഥലത്തും കുറച്ച് നീങ്ങുള്ളൂ. ഒരു 1 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടും അത്രത്തോളം കിക്ക് കയറുന്ന സീൻസ് ഒന്നും ഉണ്ടായില്ല. ആകെ ആഡമിൻ്റെ അടുത്ത് നമ്മുടെ ഡ്രാഗൺ വരുന്ന സീൻ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള 2 എപ്പിസോഡ് അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വോർ സീൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൻ്റെ ചുരുക്കഭാഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.